ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്ത വീഡിയോസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 7 മണിയായപ്പോഴാണ് ഞാൻ എണീച്ചത്. ഒന്നും ഇല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ 7 മണിക്കൊന്നും എണീക്കാറില്ല. ഇന്ന് എന്തോ തോന്നി എണീച്ചതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നേരത്തെ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചു. പിന്നെ ഇന്ന് സദ്യയാണ് ഗൈസ്, അതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7:14 ഇനി ഞാൻ കുറച്ച് ബുക്ക് വായിക്കാമെന്നുള്ളൊരു നിഗമനം എടുത്ത് ഞാൻ അങ്ങനെ ബുക്ക് വായിക്കാൻ പോവുകയാണ്. ഇതൊരു നല്ല ബുക്കാണ്. ഇത് വായിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നിർത്താനുള്ള ഒരു ടെൻഡൻസി വരില്ല. വായിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. പിന്നെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരുന്ന് ഇനി പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ വേണ്ടി എനിക്ക് ജോലിയൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് കാണിക്കണം അത്രേ ഉള്ളൂ. പിന്നെ ലാപ്പ് എടുത്തിച്ചിട്ട് കുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ ലാപ്പ് ഇങ്ങനെ ഓണാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാപ്പ് എടുത്തപ്പോഴത്തേക്കാണ് 7:26 എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ഗൈസ്. അങ്ങനെ 7:26 ആയിട്ടുണ്ട്. ലാപ്പൊക്കെ തുറന്നു കളിക്കാൻ വേണ്ടി പോവുകയാണ്. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഫ്ലൈറ്റൊക്കെ പോകുന്നത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാപ്പൊക്കെ അടച്ച് വെച്ച് കുറച്ച് നേരം വല്ല ജോലി ഉണ്ടോ എന്ന് തിരക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞ അരിനെ എടുത്തൊന്ന് അടുപ്പത്ത് വെക്കുമോ എന്ന് ചോദിച്ചാൽ ആ അടുപ്പത്ത് വെക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാമ്പാർ കുക്കറിലിരിക്കുന്നു, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിക്കും. പിന്നെ ഞാൻ എൻ്റെ ടി വിയുടെ മൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ടി വിയുടെ മുന്നിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ടി വി ഇടണതിന് മുൻപേ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇല്ല ഉമ്മ പിന്നെ ഇപ്പം നിൽക്കാം, ഉമ്മ ഇപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ബിഗ് ബോസ് ആണ്, ഞാൻ ഏത് ടൈമും ബിഗ് ബോസ് ആണ്. ആണ് ഗൈസ് എൻ്റെ കറണ്ട് ഫേവറേറ്റ് സോങ്. അപ്പോൾ സദ്യയിലുള്ള പരിപാടിയിലായി. സദ്യയെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അത് കഴിച്ചതിന് ശേഷം എങ്ങനെയാ ഇരുന്ന് പോയി. പായസത്തിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, പിന്നെയാണ് എടുത്തത്. പിന്നെ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. സുന്ദരിക്ക് പൊട്ടുതൊടൽ, ആ സുന്ദരിക്ക് പൊട്ടുതൊടൽ മാത്രമേ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ കസാര കളി കളിച്ചു, ലെമൺ ആൻഡ് സ്പൂൺ കളിച്ചു. പിന്നെ ടിഷ്യൂവും പേപ്പർ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ആ ഗെയിം കളിച്ചു. എല്ലാം കളിച്ചു. അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യത്തെ ഓണം സൂപ്പറായിരുന്നു. എല്ലാവരും കൂടെ ഫാമിലി എല്ലാവരും കൂടെ കൂടി ഒരു അടിപൊളി ഓണമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. വലിയ ഓണം പ്ലാൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലുള്ളത് വെച്ച് ആട്ടിക്കൂട്ടാമെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. കഴിഞ്ഞ് മാമിയുടെ വീട് കാട്ടാക്കടയിൽ പോകാമെന്നുള്ള ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വയ്യാത്തതുകൊണ്ട് ഞാൻ പോയില്ല, ബാക്കി എല്ലാവരും പോയി. അപ്പോൾ ആ ടൈമിൽ ഞാൻ പോയതിന് ശേഷം ഞാൻ കുറച്ച് പായസവും ബോളിയൊക്കെ വെച്ച് കഴിച്ചു. വീണ്ടും ഞാൻ ബിഗ് ബോസിലേക്ക് കടന്നു. പിന്നെ ഞങ്ങൾ സിനിമ കാണാൻ പോവുകയാണ് ഗൈസ്. ലോക സിനിമ കാണാനാണ് പോയത്. ഒരു തിയേറ്റർ എല്ലാം ഫുള്ളായിരുന്നു. അതുകൊണ്ട് തമിഴ്നാട് ബോർഡറിൽ പോയി കാണേണ്ട സ്ഥിതി വന്നു. അവിടെ പോയപ്പോഴത്തേക്ക് ഫുൾ തിരക്കും. ഓഡിറ്റോറിയങ്ങളൊക്കെ ലൈറ്റ്സൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഗൈസ്. ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. സിനിമ അടിപൊളി സിനിമയായിരുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്തതിനെ കണ്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.